ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ടായിരിക്കും. എന്നാൽ ആ മാറ്റത്തിന് അവർ നൽകേണ്ടി വരുന്ന വില സ്വന്തം ജീവൻ തന്നെ ആയിരിക്കുമെന്ന് അവർ പോലും ഓർത്തു കാണില്ല. ഒരു വലിയ നഗരത്തിന്റെ ഉത്സവ തിരക്കുകൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ കിടന്നൊരു ട്രാവൽ ബാഗ്, ഇരുണ്ട ക്യാമ്പസ് ഇടനാഴികളിലെ അടിച്ചമർത്തപ്പെട്ട ചില ശബ്ദങ്ങൾ, അധികം ആരും അറിയാതെ പോയ പ്രതികാരത്തിന്റെ വിത്തുകൾ. ഒരുപക്ഷെ ഒരു ജനതയുടെ ചിന്താഗതിയെയും നിയമവ്യവസ്ഥയെയും മാറ്റിമറിക്കാൻ ഒരു 19കാരന്റെ ജീവൻ വിലയായി നൽകേണ്ടി വന്ന ഇന്ത്യയെ നടുക്കിയ ആ ക്യാമ്പസ് ക്രൂരതയുടെ കഥ കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. നവംബർ 7 തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ നഗരം ദീപാവലി ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയ സമയം. എല്ലായിടത്തും പടക്കങ്ങളുടെ ശബ്ദം, വെളിച്ചം, വസ്ത്രങ്ങൾ വാങ്ങാൻ ഓടുന്ന ജനങ്ങൾ. നഗരമാകെ ഒരു ഉത്സവ ലഹരിയിലായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലേക്ക് മന്ധവലി പോലീസ് സ്റ്റേഷനിലെ ടെലിഫോൺ നിർത്താതെ ബെല്ലടിച്ചു. മറുതലയ്ക്കൽ ഭയം നിറഞ്ഞ ഒരു ശബ്ദമായിരുന്നു. മന്ധവലി ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന്റെ പിൻസീറ്റിനടിയിൽ അനാഥമായി കിടക്കുന്ന ഒരു വലിയ ട്രാവൽ ബാഗ്. അതവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് ആർക്കും അറിയില്ല. അതിൽ നിന്ന് കടുത്ത ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ബാഗിന്റെ സിബുകൾക്കിടയിലൂടെ ചോരപ്പാടുകൾ ഒലിച്ചിറങ്ങുന്നത് കണ്ട യാത്രക്കാർ ഭയന്നു വിറച്ചു. വിവരമറിഞ്ഞ് പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തി. ബസ്സിനുള്ളിൽ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ വിറയ്ക്കുന്ന കൈകളോടെ ആ ബാഗിന്റെ സിബ് തുറന്നു. ഉള്ളിലേക്ക് നോക്കിയ പോലീസുകാരുടെ പോലും ചോര മരവിച്ചു പോകുന്ന നിമിഷമായിരുന്നു അത്. കരിയറിൽ എത്രയോ കൊലപാതകങ്ങൾ കണ്ടവരായിരുന്നു ആ പോലീസുകാർ. എന്നാൽ ആ ബാഗിനുള്ളിൽ കണ്ടത് കൈകാലുകളോ തലയോ ഇല്ലാത്ത ഒരു മനുഷ്യ ശരീരത്തിന്റെ ഉടൽഭാഗം മാത്രമായിരുന്നു. വെട്ടിമാറ്റപ്പെട്ട ഒരു മനുഷ്യ ശരീരം. നഗരത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ ആ ക്രൂരകൃത്യം ആരുടേതായിരുന്നു? എന്തിനായിരുന്നു ഇത്രയും മൃഗീയമായ ഒരു കൊലപാതകം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചെന്നെത്തിയത് ഇന്ത്യയെ മുഴുവൻ നടുക്കിയ ക്യാമ്പസുകളിലെ റാഗിംഗ് എന്ന ക്രൂരതയ്ക്കെതിരെ ശക്തമായ നിയമം വരാൻ കാരണമായ പൊന്നവരസു എന്ന പേജിലേക്കായിരുന്നു. ഒരു പക്ഷേ ഇന്ത്യൻ ക്യാമ്പസ് ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തിന്റെ തുടക്കമായിരുന്നു അത്. തമിഴ്നാട്ടിലെ ചിദംബരം രാജമുത്തയ്യ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പൊന്നവരസു. പഠിക്കാൻ മിടുക്കനായ, ഡോക്ടറാകാൻ ഏറെ ആഗ്രഹിച്ച 19കാരൻ. അവനൊരു സാധാരണക്കാരനായിരുന്നില്ല. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറും പ്രശസ്ത അധ്യാപകനുമായിരുന്ന പ്രൊഫസർ PK പൊന്നുസ്വാമിയുടെ പ്രിയപ്പെട്ട മകൻ. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപ്, അതായത് നവംബർ 6-ാം തീയതി വൈകുന്നേരം, നവരസു ഹോസ്റ്റലിൽ നിന്ന് തൻ്റെ അച്ഛനെ വിളിച്ചിരുന്നു. "അപ്പ, നാളെ ദീപാവലി വെക്കേഷൻ തുടങ്ങുകയാണ്, ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്" എന്നതായിരുന്നു ആ സന്ദേശം. മകൻ വരുന്നത് കാത്ത് ആ അച്ഛനും കുടുംബവും ഒരുങ്ങിയിരുന്നു. എന്നാൽ നവംബർ 7-ാം തീയതി കഴിഞ്ഞിട്ടും നവരസു വീട്ടിലെത്തിയില്ല. ദീപാവലി ദിവസമായിട്ടും മകൻ വരാത്തതിൽ അച്ഛന് നേരിയ ആശങ്ക തോന്നി. എന്നാൽ കോളേജിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കുമെന്ന് കരുതി അദ്ദേഹം സ്വയം സമാധാനിച്ചു. പക്ഷേ നവംബർ 10-ാം തീയതി ആയിട്ടും മകനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതായതോടെ ആ അച്ഛൻ്റെ ഉള്ളിൽ തീ പടരാൻ തുടങ്ങി. അദ്ദേഹം ഒട്ടും വൈകിക്കാതെ നേരെ ചിദംബരത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു. നവരസു താമസിച്ചിരുന്ന മുറിയുടെ മുന്നിലെത്തിയപ്പോൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അയാൾ കോളേജ് അധികൃതരുടെ സഹായത്തോടെ ആ പൂട്ട് പൊളിച്ച് അകത്ത് കയറി. മുറിക്കുള്ളിലെ കാഴ്ച അദ്ദേഹത്തെ ഞെട്ടിച്ചു. അലക്ഷ്യമായി കിടക്കുന്ന പുസ്തകങ്ങളും വസ്ത്രങ്ങളും. അവൻ നാട്ടിലേക്ക് പോകാൻ ഒരു തരത്തിലും തയ്യാറെടുത്തിട്ടില്ല എന്നതായിരുന്നു ആ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ അച്ഛന് ഉറപ്പായത്. മകൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രൊഫസർ പൊന്നുസ്വാമി ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകി. അപ്പോഴേക്കും ചെന്നൈ മന്ധവലിയിൽ നിന്ന് ലഭിച്ച ആ അജ്ഞാത ഉടൽ ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു ചെന്നൈ പോലീസ്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നവരസുവിനെ കാണാതായ ആ രാത്രി എന്താണ് സംഭവിച്ചത്? മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ മറ്റു വിദ്യാർത്ഥികളെ പോലീസ് രഹസ്യമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ ഭയം കാരണം പലരും മൗനം പാലിച്ചെങ്കിലും ഒടുവിൽ വിദ്യാർത്ഥികളിൽ നിന്ന് പോലീസിനൊരു പേര് ലഭിച്ചു: ജോൺ ഡേവിഡ്. ആരായിരുന്നു ജോൺ ഡേവിഡ്? അതേ മെഡിക്കൽ കോളേജിലെ 2nd ഇയർ വിദ്യാർത്ഥി. ജൂനിയർ കുട്ടികളെ ക്രൂരമായി റാഗ് ചെയ്യുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു ജോൺ. ക്യാമ്പസിൽ അവനൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. ഭയം നിറഞ്ഞ കണ്ണുകളോടെ അല്ലാതെ ആരും അവനെ നോക്കിയിരുന്നില്ല.
അവന്റെ ക്രൂരമായ വിനോദങ്ങൾക്ക് മുന്നിൽ എല്ലാവരും തലകുനിച്ചു. എന്നാൽ പൊന്നവരസു വ്യത്യസ്തനായിരുന്നു. വലിയൊരു പദവിയിലിരിക്കുന്ന അച്ഛന്റെ മകനായതുകൊണ്ടും റാഗിംഗ് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടും നവരസു ജോൺ ഡേവിഡിന്റെ ഭീഷണികൾക്ക് വഴങ്ങിയതേയില്ല. തന്റെ മുന്നിൽ തലകുനിക്കാത്ത, തന്നെ ഭയപ്പെടാത്ത ആ ജൂനിയർ പയ്യൻ ജോൺ ഡേവിഡിന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്നെ അനുസരിക്കാത്ത നവരസുവിനോട് അവന് കടുത്ത പക തോന്നി. അവൻ പ്രതികാരത്തിനായി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. ആ അവസരമാണ് ദീപാവലി തലേന്ന് അവന് വീണു കിട്ടിയത്. നവംബർ 6 വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് നവരസു ഹോസ്റ്റൽ മുറിയിൽ എത്തിയ സമയം ജോൺ ഡേവിഡ് വളരെ ശാന്തനായി സൗഹൃദം നടിച്ച് നവരസുവിന്റെ അടുത്തെത്തി. നമുക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം, നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ നവരസുവിനെ തന്റെ ഹോസ്റ്റൽ മുറിയിലേക്ക് ക്ഷണിച്ചു. സീനിയർ വിദ്യാർത്ഥി സ്നേഹത്തോടെ വിളിച്ചപ്പോൾ നവരസുവിന് സംശയമൊന്നും തോന്നിയില്ല. അന്ന് ഹോസ്റ്റലിലെ ഭൂരിഭാഗം കുട്ടികളും ദീപാവലി പ്രോഗ്രാമുകളുടെ ഭാഗമായി TV കാണാൻ കോമൺ റൂമിലേക്ക് പോയ സമയമായിരുന്നു. ഈ സമയം നോക്കി ജോൺ ഡേവിഡ് തന്റെ മുറിയുടെ വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. വാതിലടച്ച നിമിഷം അവൻ തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. സൗഹൃദം മാറി അവിടെ ക്രൂരത നിറഞ്ഞു. അവൻ നവരസുവിനോട് വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം തന്റെ ചെളി പുരണ്ട ഷൂസ് നക്കി വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. കടുത്ത അപമാനത്താൽ നവരസുവിന്റെ കണ്ണു നിറഞ്ഞു. പക്ഷെ അവൻ ഭയന്നില്ല. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് നവരസു ഉറപ്പിച്ചു പറഞ്ഞു. തന്റെ ആജ്ഞ ലംഘിച്ചതിൽ കലിതുള്ളിയ ജോൺ ഡേവിഡ് നവരസുവിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ നവരസുവിന്റെ തലയ്ക്ക് ശക്തമായി അടിച്ചു. ആ ഒരൊറ്റ കനത്ത അടിയിൽ നവരസു എന്ന 19കാരൻ തറയിൽ വീണു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ നാഡിമിടിപ്പ് നിലച്ചു. അവൻ മരണപ്പെട്ടിരുന്നു. തന്റെ റൂമിൽ വെച്ച് ഒരു കൊലപാതകം നടന്നുവെന്ന യാഥാർത്ഥ്യം ജോൺ ഡേവിഡിനെ പരിഭ്രാന്തനാക്കി. പിടിക്കപ്പെടുമെന്ന ഭയത്തിൽ അവൻ മൃതദേഹം ഒളിപ്പിക്കാൻ ഒരു ക്രൂരമായ പദ്ധതി തയ്യാറാക്കി. ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു പിന്നീട് അവിടെ നടന്നത്. മെഡിക്കൽ കോളേജ് ലാബിൽ നിന്ന് അവൻ മുൻകൂട്ടി മോഷ്ടിച്ചു വെച്ചിരുന്ന സർജിക്കൽ ബ്ലേഡും കത്തികളും എടുത്തു. ഭാവിയിൽ ഒരു ഡോക്ടറാകാൻ കൊതിച്ച ആ വിദ്യാർത്ഥിയുടെ ശരീരം ജോൺ ഡേവിഡ് കഷ്ണങ്ങളാക്കി മുറിക്കാൻ തുടങ്ങി. അവൻ ശരീരത്തിൽ നിന്ന് തലയും കൈകാലുകളും വെട്ടിമാറ്റി. തലയൊരു പ്ലാസ്റ്റിക് കവറിലും കൈകാലുകൾ മറ്റൊരു കവറിലുമാക്കി. ഭാരമേറിയ ഉടൽഭാഗം ഒരു വലിയ ട്രാവൽ ബാഗിലാക്കി അടച്ചു. മുറിയിലെ ചോരപ്പാടുകൾ മുഴുവൻ കഴുകി മായ്ച്ച് വസ്ത്രങ്ങൾ മാറി അന്ന് രാത്രി തന്നെ അവൻ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ കയറി. ആ വലിയ ബാഗുകളും അവന്റെ കൈവശമുണ്ടായിരുന്നു. യാത്രക്കിടയിൽ ട്രെയിനിന്റെ വാതിലിനരികിൽ നിന്ന് ആളൊഴിഞ്ഞ് വിജനമായ കാട്ടുപ്രദേശങ്ങളിലേക്കും പുഴകളിലേക്കും അവൻ ആ കവറുകളിലുണ്ടായിരുന്ന തലയും കൈകാലുകളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ ഉടലടങ്ങിയ ആ വലിയ ട്രാവൽ ബാഗ് ട്രെയിനിൽ നിന്ന് പുറത്തേക്കെറിയാൻ അവന് സാധിച്ചില്ല. ചെന്നൈ സ്റ്റേഷനിൽ ഇറങ്ങിയ അവൻ നേരെ മന്ധവലി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിൽ കയറി ആ ബാഗ് സീറ്റിനടിയിൽ ഉപേക്ഷിച്ച് ആരും കാണാതെ കടന്നു കളഞ്ഞു. പോലീസ് അന്വേഷണം തന്നെ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയ ജോൺ ഡേവിഡിന് അധികം നാൾ ഒളിച്ചിരിക്കാനായില്ല. നവംബർ 11 അവൻ മന്നാർകുടി മജിസ്ട്രേറ്റിനു മുന്നിലെത്തി കീഴടങ്ങി. ഞാനാണ് അവനെ കൊന്നത് എന്ന് അവൻ ഏറ്റുപറഞ്ഞു. പോലീസ് കസ്റ്റഡിയിൽ അവൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നവരസുവിന്റെ ശരീരഭാഗങ്ങൾ പോലീസ് കണ്ടെടുത്തു. DNA പരിശോധനയിലൂടെ അത് നവരസു തന്നെയാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചു. 1998 മാർച്ചിൽ വിചാരണ കോടതി ജോൺ ഡേവിഡിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. നിയമത്തിലെ ചില സാങ്കേതിക വിടവുകൾ ഉപയോഗിച്ച് 2001 മദ്രാസ് കോടതി മതിയായ ദൃക്സാക്ഷികളില്ല എന്ന കാരണത്താൽ ജോൺ ഡേവിഡിനെ വെറുതെ വിട്ടു. നീണ്ട മുടിയും കയ്യിൽ ബൈബിളുമായി ഒരു സന്യാസിയെ പോലെ അവൻ ജയിലിൽ നിന്നിറങ്ങി. ഞാൻ തെറ്റുകാരനല്ലെന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരച്ഛന്റെ കണ്ണീരിനും നീതിക്കും മുന്നിൽ നിയമം കണ്ണടച്ചില്ല. തമിഴ്നാട് സർക്കാർ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു. സാഹചര്യ തെളിവുകൾ വളരെ ശക്തമായിരുന്നു. കൊലപാതകം നടന്ന ദിവസം ജോൺ ഡേവിഡ് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കത്തിച്ചതും വലിയ ബാഗുകളുമായി അവൻ ഹോസ്റ്റലിൽ നിന്ന് പോകുന്നതും വാച്ച്മാൻ കണ്ടതും സുപ്രീം കോടതി വള്ളി പുള്ളി തെറ്റാതെ ശരിവെച്ചു. ഒടുവിൽ ഹൈക്കോടതി വിധി റദ്ദാക്കിക്കൊണ്ട് ജോൺ ഡേവിഡിന്റെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ സുപ്രീം കോടതി പുനഃസ്ഥാപിച്ചു. അവൻ വീണ്ടും ജയിലിലായി. ഒരു ദീപാവലിക്ക് വീട്ടിലെത്തുമെന്ന് അച്ഛന് വാക്ക് നൽകിയ പൊന്നവരസു ഒരിക്കലും ആ വീട്ടിലേക്ക് മടങ്ങിയെത്തിയില്ല. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് അന്ന് ആ ഹോസ്റ്റൽ മുറിയിൽ വെട്ടിമുറിക്കപ്പെട്ടത്.
ഇന്ന് നമ്മൾ ക്യാമ്പസുകളിൽ കാണുന്ന ആന്റി റാഗിംഗ് നിയമങ്ങളുടെ എല്ലാം തുടക്കം ആ 19കാരന്റെ ജീവനറ്റ ശരീരത്തിൽ നിന്നായിരുന്നു. തമാശയുടെ പേരിൽ തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന ഈ ക്യാമ്പസ് ക്രൂരത ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും അവശേഷിക്കുന്നു.